ഇന്നൊരു സെൻ കഥയോർത്തു. വളരെ രസകരമായൊരു കഥയാണ്. ഒരിക്കൽ ഒരു രാജാവ് ഗുരുവിനെ കാണാനെത്തി. അപ്പോൾ തൻ്റെ ഭാവി അറിയുക അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ നിർഭാഗ്യവശാൽ ഗുരു മൗനവ്രതത്തിലായിരുന്നു. അപ്പോൾ മൗനവ്രതം ഭേദിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം ശിഷ്യൻ്റെ കയ്യിലകത്ത് നിന്ന് ഒരു കുറിപ്പ് രാജാവിൻ്റെ കൊടുക്കാനായിട്ട് കൊടുത്തു വിട്ടു. രാജാവ് വളരെ ശ്രദ്ധയോടെ ആ കുറിപ്പ് വാങ്ങി നോക്കി. അതിലിങ്ങനെ എഴുതിയിരുന്നു: ആദ്യം താങ്കളുടെ അച്ഛൻ മരിക്കട്ടെ, പിന്നെ താങ്കൾ മരിക്കട്ടെ, അതിനുശേഷം താങ്കളുടെ മകൻ മരിക്കട്ടെ. ഇത് കണ്ട രാജാവ് ഭയങ്കര കോപാകുലനായി. കാരണം ഒരു ഗുരുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്ന തന്നെ, അതും ഒരു രാജാവായ തന്നെ, കേവലം സന്യാസിയായ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എങ്കിൽ പോലും ഇദ്ദേഹം ശപിച്ചു കളഞ്ഞല്ലോ എന്നുള്ള ഇത് ഓർത്ത് അദ്ദേഹത്തിന് വളരെ ദേഷ്യവും ഒക്കെ വന്നു. അപ്പോൾ തന്നെ വാളെടുത്ത് ഇയാളെ അങ്ങ് വെട്ടി കൊലപാതകം നടത്തിയേക്കാം അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കാം എന്നൊക്കെ രാജാവ് കരുതിയിട്ട് വെട്ടാനായിട്ട് വാളെടുത്തു. അപ്പോൾ അവിടെ നിന്ന് ശിഷ്യൻ രാജാവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: രാജാവേ, അങ്ങേക്കറിയാമല്ലോ, ഒരു കാരണമില്ലാതെ ഗുരു ഒന്നും പറയില്ല. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ മൗനവ്രതം അവസാനിക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കാരണം ചോദിക്കാം. അത് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങ് ആദ്യം എന്നെ കൊല്ലുക, അതിനുശേഷം ഗുരുവിനെയും വധിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തോ ഒരു ഭാഗ്യത്തിന് രാജാവ് അതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം വരെ അവർ അവിടെ വെയിറ്റ് ചെയ്ത് ഗുരു വ്രതം അവസാനിപ്പിച്ച് ഗുരു എണീറ്റ് വന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഗുരു രാജാവിനോട് പറഞ്ഞു: അല്ലയോ രാജാവേ, നിങ്ങൾ എന്നെ കൊന്നുകളയുമോ എന്നുള്ള ഭയമൊന്നും എനിക്കില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നിങ്ങളത് ചെയ്യാൻ ഒരുങ്ങിയതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാനത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഈ ഗുരു അതിൻ്റെ അർത്ഥം വിവരിക്കാൻ തുടങ്ങി. ആദ്യം നിങ്ങളുടെ മകനാണ് മരിക്കുന്നതെങ്കിൽ പിന്നീടുള്ള ബാക്കി 2 പേരായ നിങ്ങളുടെയും നിങ്ങളുടെ അച്ഛൻ്റെയും സ്ഥിതി എന്തായിരിക്കും എന്നാണ് ഗുരു ആദ്യം ചോദിച്ചത്. രണ്ടാമതായി ഗുരു ചോദിച്ചു: ആദ്യം നിങ്ങളാണ് മരിക്കുന്നതെങ്കിൽ ആ വൃദ്ധനായ പിതാവിൻ്റെയും അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്ത നിങ്ങളുടെ പുത്രൻ്റെ ഗതി എന്തായിത്തീരും എന്ന് ചോദിച്ചു. ഈ പറക്കമുറ്റാത്ത കുഞ്ഞിനെയും വെച്ച് രാജ്യഭാരം വീണ്ടും ആ വൃദ്ധൻ ഭരിക്കേണ്ടതായി വരും. ഈ കുഞ്ഞ് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ആയുസ്സും ചിലപ്പോൾ കെട്ടുപോയേക്കാം. അങ്ങനെ വന്നാൽ നിൻ്റെയും നിൻ്റെ രാജ്യത്തിൻ്റെയും ഗതി എന്തായിത്തീരും? അതുകൊണ്ട് നിനക്ക് ഈ ജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല അനുഗ്രഹമാണ് ഞാൻ നൽകിയത് എന്ന് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്നൊരു കഥ.